നമസ്കാരം. ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് കൊല്ലങ്കോടാണ്. ഇന്ത്യയിലെ മനോഹരമായ ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. മനോഹരമായ കാഴ്ചകൾ ഒരുപാടൊക്കെയുള്ള കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അപ്പോൾ കൊല്ലങ്കോട് എന്താണ് നമുക്ക് കാണാനുള്ളത്? കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പ്രാചീന കേരളത്തിൽ വേങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ കൊല്ലങ്കോട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ 100 മനോഹരമായ ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്ന പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര തന്റെ സോഷ്യൽ മീഡിയ പേജിൽ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഉൾപ്പെടുത്തിയ നമ്മുടെ ചുറ്റുമുള്ള ഈ സൗന്ദര്യം എന്നെ നിശബ്ദനാക്കി എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച നെല്ലിയാമ്പതി കുന്നുകളുടെ മനം മയക്കുന്ന താഴ്വരയിലെ പച്ചപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മനോഹരമായ കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്നത്. കളേഴ്സ് ഓഫ് ഭാരത് എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വഴി ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങൾ തേടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘമാണ് കൊല്ലക്കോടിന്റെ മനോഹാരിതയും 17 വെള്ളച്ചാട്ടങ്ങളാൽ സമൃദ്ധമായ ദൃശ്യഭംഗി പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് കൊല്ലങ്കോട്ടേക്ക് സഞ്ചാരികളുടെ ഒരു പ്രവാഹം തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. കൊല്ലങ്കോട് ഗ്രാമത്തിന് 9ാം നൂറ്റാണ്ട് മുതലുള്ള സമ്പന്നമായ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് കൊല്ലങ്കോട് രാജവംശം ഭരിച്ചിരുന്ന ഈ ഗ്രാമം ധീരരായ യോദ്ധാക്കൾക്കും വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർക്കും പേരുകേട്ടതായിരുന്നു. ഇന്ന് കൊല്ലങ്കോട് ഗ്രാമം അതിന്റെ മഹത്തായ ഭൂതകാലത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിരവധി ചരിത്ര സ്മാരകങ്ങളുടെ കൂടി കേന്ദ്രമാണ്. ഇപ്പോൾ ഇവിടം സന്ദർശിക്കാനെത്തുന്നവരുടെ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെയും ഹെഡ്സെറ്റിന്റെയും അമിത ഉപയോഗമില്ലാതെ യുവാക്കളും കൗമാരക്കാരും പ്രകൃതിയുടെ മനോഹാരിതയിൽ മുഴുകുന്നു എന്നതാണ്. പാർട്ടികളുടെയും ഉല്ലാസയാത്രകളുടെയും ആസ്വാദനത്തിൽ നിന്ന് വിഭിന്നമായി പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയാണ് നമ്മൾ ഗ്രാമങ്ങളിലെ കാർഷിക ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് ആഴത്തിൽ പരിചയപ്പെടുന്നത്. നെൽവയലുകളുടെ പച്ചപ്പരപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമഞ്ഞ വീടുകൾ, മുളക്കമ്പോൾ കൊണ്ടും പൂച്ചെടികൾ കൊണ്ടും നിർമ്മിച്ച വേലികൾ തുടങ്ങി ഇന്നലകളിലെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട്ടെ സ്നേഹനിധികളായ നാട്ടുകാർ സഞ്ചാരികളോട് ഒരു മുഷിപ്പും കൂടാതെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ്. കൊല്ലങ്കോട്ടെ മുഴുവൻ കാഴ്ചകളും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സമയത്ത് പ്രവേശനം നിഷേധിച്ചതുകൊണ്ടും വീഡിയോ വളരെ ലെങ്തിയായി പോകും എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളും ഉൾപ്പെടുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലങ്കോടിന്റെ ഗ്രാമീണ സൗന്ദര്യവും നെൽവയലുകളും എത്ര കണ്ടാലും മതി വരില്ല. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ നിഷ്കളങ്കമായ പെരുമാറ്റം. 100 കണക്കിന് സഞ്ചാരികൾ എത്തുമ്പോഴുണ്ടാവുന്ന വാണിജ്യ സാധ്യതകളെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. തങ്ങളുടെ നാട് കാണാൻ വരുന്നവരെ അവർ ഹൃദ്യമായി വരവേൽക്കുകയും മുഴുവൻ സ്നേഹം പകർന്നു നൽകി വീണ്ടും വരണം എന്ന് പറഞ്ഞ് യാത്രയാക്കുകയും ചെയ്യുന്നു. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പാലുപോലെ ഒഴുകി മലമുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കൊല്ലങ്കോടിന്റെ മനോഹര പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന റീൽസുകളിലും ചിത്രങ്ങളിലും ഏറെ പ്രശസ്തമായ താമരപ്പാടത്തെ കാഴ്ചകളാണിത്. പാലക്കാടിന്റെ നെൽകൃഷിയുടെ നല്ലൊരു ഭാഗവും ഇവിടെയാണ്. കരിമ്പനകൾ ഉയർന്നു നിൽക്കുന്ന ചെറിയ വഴിയിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കണ്ടിരുന്ന ചായക്കടകളുടെ തന്നിപ്പകർപ്പായ ചെല്ലൻ ചേട്ടന്റെ ചായക്കട നമുക്ക് കാണാൻ കഴിയും. കൊല്ലങ്കോട് പ്രശസ്തമായതോടെ ചെല്ലൻ ചേട്ടന്റെ ചായക്കടയും പ്രശസ്തമാവുകയായിരുന്നു. ചായയും നാടൻ പലഹാരങ്ങളായ പരിപ്പുവടയും ഉഴുന്നുവടയും ചമ്മന്തിയുമാണ് കടയിലുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചായക്കട ഇപ്പോഴും പഴയ ഓലമേഞ്ഞ മേൽക്കൂരയിൽ പഴമ നിലനിർത്തിപ്പോരുകയാണ്. നിരവധി മലയാള സിനിമകളിൽ ഈ ചായക്കട നമുക്ക് കാണാം. റേഡിയോയിൽ നിന്നും 1960കളിലെ മലയാള സിനിമാ ഗാനങ്ങളും കേട്ട് ചായയും ലഘുഭക്ഷണങ്ങളും കഴിക്കാൻ ഇവിടെ തന്നെ വരേണ്ടതുണ്ട്. തീർച്ചയായും അത് നമ്മെ വർഷങ്ങളോളം പുറകോട്ട് കൊണ്ടുപോയിരിക്കും.
കൂടുതൽ ആളുകളെയൊന്നും ഉൾക്കൊള്ളാൻ ഈ കുഞ്ഞു കടക്ക് കഴിയില്ലെങ്കിലും അതൊന്നും ഇവിടെ വരുന്നവർക്കൊരു പ്രശ്നമേ അല്ല. പുറത്തെ തിണ്ണയിലിരുന്നും നിന്നുകൊണ്ടും ചായ കുടിക്കാൻ ആർക്കും ഒരു മടിയുമില്ല. പരിപ്പുവടയും ഉഴുന്നുവടയും ചെല്ലൻചേട്ടൻ്റെ കടയിലിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇവിടെ വരുന്നവർ തീർച്ചയായും ഇവിടെ സന്ദർശിക്കുന്നത്. ഗൂഗിൾ പേ സംവിധാനം ഉണ്ട് എന്നത് മാത്രമാണ് പുതിയ കാലത്തിൻ്റെ അടയാളമായി നമുക്കിവിടെ കാണാൻ കഴിയുക. മുൻപ് ഇവിടം സന്ദർശിച്ചിട്ടുള്ള പലരും നൽകിയ ഫോട്ടോകളും മറ്റും ചുവരിൽ തൂക്കിയിട്ടിട്ടുണ്ട് ചെല്ലൻചേട്ടൻ. മനോഹരമായ വഴികളിലൂടെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് നമുക്ക് കാണാൻ പറ്റും. പ്രദേശവാസികളുടെ അഭിപ്രായമനുസരിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആലുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി ക്ഷേത്രമാണ് ഇത്. ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയതോ വായുവിൽ ആടിക്കളിക്കുന്നതോ ആണ് ആലുകളുടെ വേരുകൾ മുഴുവൻ. അവയുടെ വന്യഭംഗി ആരെയും ആകർഷിക്കുന്നതാണ്. ശിവഭഗവാന്റെ പ്രതിരൂപമായ കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പ്രകൃതി ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ സ്വയം പൂജ ചെയ്യാം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. സന്താനലബ്ധിക്കായി തൊട്ടിലിന്റെ മാതൃക, വീടുകൾക്കായി ഭവനങ്ങളുടെ മാതൃക, തൊഴിലവസരം നേടുന്നതിനായി ക്ഷേത്രമണി എന്നിവ ആലിന്റെ വള്ളിയിൽ കെട്ടിയിടുന്നുണ്ട്. വളകാപ്പ് സമയത്ത് തമിഴ്നാട്ടിലെ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയും വളകൾ സമർപ്പിക്കാനുമായി ഇവിടെ എത്താറുണ്ട്. ആഗ്രഹങ്ങൾ സാധിച്ചാൽ ആട്, കോഴി തുടങ്ങിയ മൃഗങ്ങളെ ബലി കഴിച്ച് ഇവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതും മറ്റൊരാചാരമാണ്. ഒരു ക്ഷേത്രം എന്നതിലുപരി നിരവധിയായ മലയാളം സിനിമകൾക്കും ആൽബങ്ങൾക്കും ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയായിട്ടുണ്ട് ഈ പ്രദേശം. കൊല്ലങ്കോടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിരവധിയായ ഇത്തരം അരുവികൾ നമുക്ക് കാണാൻ കഴിയും. അപകടരഹിതമായ സ്ഥലങ്ങൾ നോക്കി അവിടെ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം: പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഇത്തരം സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതിരിക്കുക. കൊല്ലങ്കോടിന്റെ മിക്കയിടങ്ങളിലും മാമ്പഴത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൃഷി ചെയ്യുന്ന മാമ്പഴങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്നുണ്ട്.
വീടുകളുടെ മുൻപിലായി വിൽപ്പനയ്ക്ക് വെച്ച മാമ്പഴങ്ങൾ നമുക്കും വാങ്ങിക്കാം. ലഡ്ഡു, അൽഫോൺസോ തുടങ്ങിയ മാമ്പഴങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി. രുചിയിൽ കേമം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തരംഗമായ പെരിങ്ങോട്ടുശ്ശേരി കളത്തിനടുത്താണ്. കളത്തിന് തൊട്ടടുത്തായുള്ള ഷെഡിൽ ഇപ്പോഴും മനോഹരമായി സംരക്ഷിച്ചു പോരുന്ന ഒരു കാളവണ്ടിയുണ്ട്. കണ്ടാൽ പുതുപുത്തനെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഈ കാളവണ്ടി പുതുതലമുറയ്ക്ക് അന്യമായ പല കാഴ്ചകളെയും സമ്മാനിക്കുകയാണ്. പാലക്കാടിൻ്റെ കാർഷിക സമൃദ്ധിയുടെ അടയാളമാണ് കളം. നെല്ല് സംഭരിച്ചു വെക്കാനും കർഷകർക്ക് താമസിക്കാനും വേണ്ടിയാണ് പണ്ട് കളങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പാടങ്ങളുടെ ഓരം പറ്റിയാണ് കളങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊന്നാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. ഇവിടെ നിന്നുള്ള പാലക്കാട് നെൽവയലുകളുടെ കാഴ്ച അതിമനോഹരമാണ്. വലിയൊരു പാറയ്ക്ക് മുകളിലായാണ് ഈ കളം സ്ഥിതി ചെയ്യുന്നത്. നെല്ലിയാമ്പതി മലനിരക്ക് നേരെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ കളവും ചുറ്റുപാടുള്ള കാഴ്ചകളും സന്ദർശിക്കാൻ നിരവധി പേരാണ് ദിവസം ഇവിടെ വന്നു പോകുന്നത്. മുൻപ് ഇവിടെ വന്നപ്പോൾ ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. അവർ ഉണ്ടാക്കി നൽകുന്ന ലഘുഭക്ഷണങ്ങളും ചായയും ലഭിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കളത്തിൻ്റെ ഉൾവശം കാണുന്നതിനോ ഈ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു ചായ കുടിക്കുന്നതിനോ ഉള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിച്ച് തിരികെ പോരുന്ന സമയത്ത് പാടത്ത് കണ്ട ഒരിനം ചെടിയാണ് എന്നെ കൊണ്ട് ഇവിടെ വണ്ടി നിർത്തിച്ചത്. കർഷകരോട് അന്വേഷിച്ചപ്പോൾ അടുത്ത കൃഷിക്കായി വയൽ ഒരുക്കുന്നതിന് വേണ്ടി ഈ ചെടികളെ ഇങ്ങനെ വളർത്തി ട്രാക്ടർ ഉപയോഗിച്ച് മണ്ണിൽ തന്നെ വളമായി ചേർക്കാൻ വേണ്ടിയാണ് എന്നറിയാൻ കഴിഞ്ഞു. എന്തായാലും മനോഹരമായൊരു ദൃശ്യം തന്നെ ഈ പാടം നൽകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള പപ്പായത്തോട്ടത്തിൽ കായ്ഫലങ്ങൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ പഴുത്തു തുടുത്ത നിറയെ പപ്പായകൾ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന അതിമനോഹരമായ നിരവധി കാഴ്ചകൾ സമ്മാനിച്ച കൊല്ലങ്കോടിനോട് വിട പറയുകയാണ്. കൊല്ലങ്കോട്ടെ നിഷ്കളങ്കരായ മനുഷ്യർ പറഞ്ഞതുപോലെ ഏട്ടോ വീണ്ടും വരണേ. അതിന് മറുപടിയായി തീർച്ചയായും വരാം എന്ന വാക്ക് പറഞ്ഞത് വീണ്ടും കൊല്ലങ്കോട്ടേക്ക് വരാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അത്രമേൽ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു കൊല്ലങ്കോട്. പുതിയ കാഴ്ചകളിലേക്കായി ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടിക്കോ. ഇതുപോലെയുള്ള നിരവധിയായ വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച കൊല്ലങ്കോടിനോട് തൽക്കാലത്തേക്ക് നമ്മൾ വിട പറയുകയാണ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യുന്നു. ഞാൻ ബഷീർ മൂർക്കനാട്. ബൈ.